ഈ പട്ടി ഇവിടുന്ന് പോകില്ലേ? ഇത് എനിക്ക് പട്ടീനെ ഇഷ്ടമാണ്. കാരണം ഞാൻ ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഇപ്പൊ ഇതാ കിടപ്പിലായിട്ട് ഇവിടെ വന്നിട്ട് 1 2 അല്ല ഇവിടെ വന്നത്. 5 8 പട്ടികളാണ് ഇവിടെ കിടന്ന് കറങ്ങണത്. തീറ്റ കൊടുക്കണതിന്റെ ഗുണം. ആ വിളിക്ക് വാടാ കറമ്പ കറമ്പ. വട്ടം പിടിക്കുന്നത് കർമ്മക്കുട്ടാ. എന്താ അമ്മേന്റെ അമ്മ ചന്തയ്ക്ക് അമ്മേന്റെടാ നിന്റെ. ഇതാണ് ഇവിടുത്തെ അംഗം. ഈ പട്ടികളെ വഷളാക്കണം. ആവശ്യമുള്ളതും ഇല്ലാത്തതും പൈസ കൊടുത്തിട്ടാണ് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നത്. വീട്ടിൽ വെക്കണ കഞ്ഞിയും ചോറും നല്ല കൊടുക്കണം. ആ പട്ടിക്ക് മറ്റേ ബ്രാൻഡഡ് ഫുഡുകൾ വാങ്ങിച്ചു കൊടുക്കുക. അതും ഈ നാടൻ പട്ടിക്ക്. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ഗൈസ്? ഇതിനെയൊക്കെ തീറ്റി പോറ്റി വളർത്തിയിട്ട് ഈ മനുഷ്യന്മാരെ പിടിച്ചിട്ട് ഓടിച്ചിട്ട് കടിക്കാനല്ലേ ഇമാതിരി വളർത്തണ്? ഇങ്ങനെ തീറ്റ കൊടുത്ത് വളർത്തണ അതും തെരുവ് പട്ടികളാണ്. വളർത്തണോനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. കാര്യം അല്ല, വരുമ്പോ തീറ്റ കൊടുക്കണുണ്ടല്ലോ വളർത്തണില്ലെങ്കിലും. ഇതിലെ അതുകൊണ്ട് ഇവിടെയാണ് സ്ഥിരം. ഇതിലെ ഈ വീട് പരിസരവും ചുറ്റിക്കറങ്ങിയിട്ട് നടപ്പാണ് ഇവർക്കിടെ പണി. നിങ്ങളിത് കേൾക്കണം. ഇവിടെ വളർത്തണല്ല പട്ടികൾ. നാട് തണ്ടി ഊര് തണ്ടി നടക്കുന്ന പട്ടികൾക്ക് ഇവിടെ ഫുഡ് മേടിച്ചു കൊടുക്കലാണ്. ഇവിടെ വരുമ്പോൾ നല്ല മൃഷ്ടാന്ന ഭോജനം. പട്ടികൾ തെണ്ടി തിരിഞ്ഞിട്ട് വിശക്കുമ്പോൾ ഇവിടെയാണ് വരുന്നത്. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഈ മനുഷ്യന്മാരെ ഓടിച്ചിട്ട് കടിക്കണ സാധനങ്ങളല്ലേ ഇത്? നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ല, കറുമ്പനാണ്. കടിയൻ സൈസിലുള്ള എണ്ണമാണത്. ചിലതിൻ്റെയൊക്കെ മുഖം കണ്ടാലറിയാം കടിക്കണ മുഖമൊക്കെ ഇങ്ങനെ കറുത്തിരിക്കണ. ഒരു വെറുതെ പോയാലും ഓടിച്ചിട്ട് കടിക്കും. അതിനാണ് ഈ കുറ്റം പറയുന്നത്. അങ്ങനത്തെ പട്ടികളെയാണ് ഗൈസ് ഇവിടെ ഫുഡ് കൊടുത്ത് വളർത്തി കടിക്കാനായിട്ട് ആരോഗ്യം വെപ്പിച്ചെടുക്കുന്നത്. പഞ്ചായത്തുകാർ കൊണ്ടുപോയി സംരക്ഷിക്കണം. അങ്ങനെ ഞാൻ പറയുള്ളൂ. ഓരോ ജില്ലയിലെയും ഓരോ പഞ്ചായത്തുകാർ ഇതിനു വേണ്ടി പ്രത്യേകം ഷെൽട്ടർ ഉണ്ടാക്കി നായ്ക്കളെ സംരക്ഷിക്കേണ്ട ചുമതലയുണ്ട്. എന്തേ ഇത് സർക്കാർ ചെയ്യാത്തു? നമ്മളിപ്പോൾ ഒരു മൃഗസ്നേഹം കൊണ്ടാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത്. വിശന്ന് വലഞ്ഞു വരുന്ന മനുഷ്യനായാലും മൃഗത്തിനായാലും നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. അന്നദാനം എന്ന് പറയുന്നത് പുണ്യമാണ്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്ന് വെച്ചിട്ട് ഇവർക്കൊക്കെ ഷെൽട്ടറൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റൂലല്ലോ. അപ്പൊ ഇതില് പോയപ്പോ ഭക്ഷണം കൊടുത്ത് കടിക്കാൻ റെഡിയാക്കി ആരോഗ്യം വെപ്പിച്ച് വിടണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഇപ്പൊ നിങ്ങൾ എന്നെ കുറ്റം പറയാൻ വരും. ഭക്ഷണം കൊടുക്കുന്നത് പുണ്യാണെന്ന് പറയാൻ ഒരുപാട് ആൾക്കാർ വരും. അന്നദാനം നല്ലതാണെന്ന് പറയാൻ ഒരുപാട് ആൾക്കാർ വരും. പക്ഷെ എന്നാലും ഞാൻ പറയും, ഈ വക ചെയ്തിട്ട് മനുഷ്യന്മാരെയാണ് കടിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണവരോട്, അതായത് ഫുഡൊക്കെ വെച്ച് വേവിച്ച് കൊണ്ടുപോയി കൊടുത്ത് ഇവരെയൊക്കെ നല്ല ഉഷാർ വെപ്പിച്ചെടുക്കണവരോട് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റില്ല.